ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വ്ളോഗിന് എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണെന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഇന്ന് ഈ വ്ളോഗിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഇപ്പോൾ രാവിലെ ഒരു 5:30 ടൈം ആയിട്ടുള്ളൂ, 5:30 മണിയാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങിയതാണ്. ഞങ്ങൾക്ക് ഇന്നൊരു പരിപാടി ഉണ്ട്. പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങളെ ചങ്ക്സിൻ്റെ വീട്ടിലേക്കുള്ള ഒരു സൽക്കാരം തന്നെ. അപ്പോൾ അവിടേക്ക് പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ ഓരോ പണികൾ വേഗം കഴിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ തേങ്ങ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ കറിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ പൊടി വാട്ടി വെച്ചതിന് ശേഷം തേങ്ങ മിക്സിയിലിട്ട് വെച്ചതാണ്. കറിക്ക് നോക്കിയിട്ടില്ല. അപ്പം ആദ്യം തന്നെ അരച്ച് വെച്ചാൽ കറണ്ട് പോകുമോയെന്ന് അറിയില്ല. മഴക്കാറ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കറണ്ട് പോയി തേങ്ങ ഒക്കെ വേഗം അരച്ച് വെച്ചതാണ്. അപ്പോൾ നമ്മളെ പൊടിയൊക്കെ വാട്ടൽ കഴിഞ്ഞു. ഇനി തേങ്ങ ഇട്ട പത്തിരിയാണ് ചുടാൻ പോകുന്നത്. അപ്പോൾ കട്ടിപ്പത്തിരിക്ക് തേങ്ങ ഇട്ട് കൊടുക്കാണ്ട് കുറച്ച് വെളിച്ചെണ്ണ കൂട്ടിയാണ്ട് കേട്ടോ കുഴച്ചിട്ടുള്ളത്. അപ്പോൾ തേങ്ങ ഞാൻ അതേ എടുത്ത് നിൽക്കുന്നതുകൊണ്ട് പിന്നെ തേങ്ങ ചിരകാനും തേങ്ങ പൊളിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. കുറച്ച് 2-3 തേങ്ങ ചിരകി വെച്ചാൽ കുറേ ദിവസത്തിന് പിന്നെ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ കട്ടിപ്പത്തിരി പണ്ടൊക്കെ എല്ലാവരും വാഴൻ്റെ ഇലയിൽ പരത്തിയിട്ട് പത്തിരി ചട്ടിയിൽ ചുടലേനല്ലോ. ഇപ്പോൾ പിന്നെ ആ രീതിയൊക്കെ മാറിയാണ്. ഇപ്പോൾ ഒക്കെ എല്ലാം എളുപ്പമല്ലേ. അപ്പോൾ ഞാനിപ്പോൾ പ്രസ്സമിലാണ് കേട്ടോ അമർത്തുന്നത്. കുറച്ച് കട്ടി കുറവാണ്. പിന്നെ പണിക്ക് പോകാനുള്ളതുകൊണ്ട്, പിന്നെ ഹസ്ബൻഡിന് പണിക്ക് പോകാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കട്ടി കുറച്ചിട്ടാണ് പരത്തുന്നത്. കട്ടി കുറച്ച് പരത്തി വേഗം ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പത്തിരി വേഗം വെന്ത് കിട്ടാൻ. കട്ടിയിലായാലും പിന്നെ കുറച്ച് നേരം അങ്ങനെ കിടക്കണം വെന്ത് കിട്ടാൻ. അപ്പോൾ ബാക്കിയുള്ള പൊടി ഞാൻ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ, മൂടി വെക്കുകയാണ്. ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നാളെ രാവിലെ അല്ലെങ്കിൽ മറ്റന്നാളോ 2 ദിവസം കഴിഞ്ഞിട്ട് എടുത്താലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല അതിന്. എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ടാട്ടോ ചെയ്യണത്. അപ്പോൾ ബീട്രൂട്ട് തൊലി കളഞ്ഞ് വെച്ചതാണ്, ഉച്ചയ്ക്കുള്ളതാണ്. പത്തിരി അതിൻ്റെ ഇടയിൽ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ബീട്രൂട്ട് അരിയുന്നുണ്ട്, കറിക്ക് കലക്കി വെക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഓരോന്നോരോന്ന് സ്പീഡ് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പിന്നെ കോരയാണ് കറി വെക്കുന്നത്. അപ്പം ഞാനതിലേക്ക് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് അരിഞ്ഞ് വെക്കുകയാണ്. കറി ഒന്നും വെക്കുന്നത് എല്ലാ ദിവസവും കാട്ടേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ അരക്കണോണ്ട് കുറച്ചൊരു മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. തേങ്ങ അരക്കണ കറിയാകുമ്പോൾ പിന്നെ ഓവർ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഞങ്ങൾ കൂടുതൽ ആളില്ലാത്തതുകൊണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ പത്തിരി ഏകദേശം കായി വന്നിട്ടുണ്ട്. ഇതിനേക്കാളും കട്ടിയിലാട്ടോ ഞാൻ പരത്തലേത്. ടൈമില്ലാത്തതുകൊണ്ട് മാത്രം കട്ടി കുറച്ചതാണ്. അങ്ങനെ ബീട്രൂട്ടൊക്കെ അരിഞ്ഞെടുക്കാനുള്ള പ്ലാനിങ്ങിലാട്ടോ. പത്തിരി അവിടെ അടുപ്പത്തുണ്ട്, പക്ഷേ ബീട്രൂട്ടും അരിഞ്ഞെടുക്കുക ഓരോ പണി. പിന്നെ ആണുങ്ങൾക്ക് ഇങ്ങനെയൊന്നും കഴിയില്ല കേട്ടോ. നമ്മൾ ഈ പെണ്ണുങ്ങൾ പണിയെടുക്കണ പോലെ ആണുങ്ങൾക്ക് പണിയെടുക്കാൻ കഴിയില്ല. ആണുങ്ങൾക്ക് ഒരു ജോലി ചെയ്യുന്ന ഇടയിൽ വേറൊരു ജോലി ചെയ്യാനാണ് കഴിയില്ല. ആ ചെയ്യുന്ന ജോലി മാത്രം എടുത്തുകൊണ്ട് കഴിയില്ല. പക്ഷേ പെണ്ണുങ്ങൾ അങ്ങനെയല്ല. പെണ്ണുങ്ങൾ ഒരു ജോലി ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പല ജോലികളും ചെയ്തു കൊടുക്കും. അപ്പോൾ ഞാൻ തന്നെ പത്തിരി ചുടുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ബീട്രൂട്ട് അരിയുണ്ട്, അതിൻ്റെ ഇടയിൽ കറിക്ക് കലക്കി വെച്ചാണ്. അപ്പോൾ ഓരോരോ ജോലികളായിട്ട് നമ്മൾ പെണ്ണുങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ ആണുങ്ങൾക്ക് അങ്ങനെ കഴിയില്ല. ബീട്രൂട്ട് അരിയണ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ കറി അത് ഏകദേശം തിളച്ച് വെള്ളം വറ്റാനായിട്ടുണ്ട് കറിയിൽ. ഇനി അതിൽ മീനിട്ട് കൊടുക്കാം. കോര മീനായതുകൊണ്ട് തന്നെ അധികം വേവ് ഉണ്ടാവില്ല, പെട്ടെന്ന് വേവും. അപ്പോൾ നമ്മൾ മാന്തളൊക്കെ വെക്കണ പോലെ തന്നെയാണ് കോരയും, വേഗം വേവണ മീനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ചൊരു തിളച്ചതിന് ശേഷം തന്നെ വേഗം തേങ്ങ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ കറിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ടൈറ്റ് ആയത് തോന്നിയപ്പോൾ
കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ കറി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇതാ അപ്പോൾ കുറേ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കറി ഒന്ന് വറവിട്ടെടുക്കണം, തൂമ്പിച്ചെടുക്കണം. അതേപോലെ നമ്മളെ ബീട്രൂട്ടും ഉണ്ടല്ലോ വേവിക്കാൻ, അപ്പോൾ രണ്ടും കൂടി ഞാൻ ഒരുമിച്ചാണ് ചെയ്യുന്നത്. കറി ഉള്ളിയിലാണ്, പക്ഷേ ബീട്രൂട്ട് പിന്നെ കടകിലാണ് കേട്ടോ വെക്കുക. ഇഷ്ടമുള്ള ടേസ്റ്റിൽ വെക്കുക. ബീട്രൂട്ട് ഉള്ളിയിൽ വെച്ചാൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ നല്ല ഉള്ളി നല്ല കടകിൽ തന്നെ മൂത്ത് വരാണ്ട് നല്ല ചുവപ്പ് കളറായതിൻ്റെ ശേഷമാണ് കറിക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതൊന്നും ഇപ്പോൾ ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ വീഡിയോ ഉണ്ടായപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നുണ്ടെന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ചോറിന് തീ പിടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ടൈം ഒരു 6 മണി ആവാനായിട്ടുണ്ട് കേട്ടോ രാവിലെ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പരിപാടിക്ക് പോകാനുള്ളതുകൊണ്ട് കുറച്ചുകൂടി നേരത്തെ തുടങ്ങിയതാണ്, അടുക്കളയിൽ കിച്ചണിക്ക് ഇറങ്ങിയതാണ്. ഉള്ളി ഏകദേശമൊക്കെ ചുവപ്പ് കളറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അത്രയൊക്കെ ചുവപ്പ് കളറായാൽ മതി. എന്നിട്ട് പിന്നെ കറിയൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ എന്ത് ബീഫ് തൂമ്പിക്കുകയാണെങ്കിലും അതേപോലെ കറി എന്ത് വെക്കുകയാണെങ്കിലും ഉള്ളി അധികം കരിഞ്ഞാൽ പിന്നെ ഒരു ചൊയ ഉണ്ടാവും, ഒരു കരിഞ്ഞ ചൊയ ഉണ്ടാവും. അപ്പോൾ അതിനായിട്ടല്ലേ ഓവർ കരിയാതെ അങ്ങനെ എടുത്താൽ ആ ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് എടുത്താൽ മതി. ബീട്രൂട്ടാണ് ഇനിയിപ്പോൾ അടുത്തത്. ബീട്രൂട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണി കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ തുടക്കാണ്ട് തിരുമ്പാണ്ട് അതൊക്കെ ഉണ്ട്. ബീട്രൂട്ടും ആയി കഴിഞ്ഞാൽ പിന്നെ ചോറ് ഊറ്റാനാക്കുക, അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് കേട്ടോ. ഏതായാലും കറിയും ഉപ്പേരിയായി. എനിക്കൊരു 9 മണിയാകുമ്പോൾ പോകാൻ വിചാരിച്ചിട്ടാണ്, നേരത്തെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. എല്ലാ പണിയും ഒരാൾ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ വേഗം തീരുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങും. സ്കൂളുള്ള ദിവസം അങ്ങനെ തന്നെയാണ് കേട്ടോ, നേരത്തെ ഇറങ്ങലുണ്ട് ഞങ്ങൾ അടുക്കളയ്ക്ക്. ബീട്രൂട്ടൊക്കെ തീമലിട്ടതിൻ്റെ ശേഷം പിന്നെ ഞാൻ അലക്കാനുള്ളത് കുറച്ചുണ്ട്, ഞാൻ അപ്പോൾ അതിലേക്ക് വന്നതാണ്. ഇത് ചളിയുള്ളതാണ് കേട്ടോ, പണി കഴിഞ്ഞ് ഒന്ന് അഴിച്ചിടുന്നതാണ്. നല്ല ചളിയുള്ളതാണ്, അപ്പോൾ അതൊന്ന് അലക്കിയിട്ടാണ്. ഇങ്ങനത്തെ ഡ്രസ്സൊന്നും എന്തായാലും വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ പിന്നെ മെഷീൻ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇങ്ങനത്തെ ചളിയുള്ളതൊന്നും ഇട്ടിട്ട് കാര്യമില്ലല്ലോ, മറ്റേ നന്നാവില്ല. പിന്നെ നമ്മൾ ബീട്രൂട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ അടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ചായ അടിക്കണം, അതിൻ്റെ ഇടയിൽ അരി കഴുകണേ, അങ്ങനെ ഒരുപാട് പണികളാണ് ദിവസം. ഇതൊക്കെ തന്നെയല്ലേ ഓരോ പെണ്ണുങ്ങളും ജോലി. അപ്പോൾ ഞാൻ അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അരി ഒന്ന് ഇളക്കി കൊടുക്കാനാണ്. ഇളക്കി കൊടുക്കാൻ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ അടിയിൽ പിടിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അതിൻ്റെ ശേഷം പിന്നെ എന്നും ഇളക്കി കൊടുക്കലുണ്ട്. നമ്മളെ ഇപ്പോഴത്തെ കറിയാണ് ഞാൻ എന്നും അങ്ങനെ തന്നെ കേട്ടോ കറി വെക്കൽ. രാവിലെ കറി ഉണ്ടാക്കലാണ്, ഒന്നായിട്ടൊരു കറി വെക്കും. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ക്ലീനിങ്ങിൻ്റെ ജോലികളാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നും ഇവൾ തുടക്കുമ്പോൾ ഈ ഒരു മൂല എന്നും കാട്ടിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഞാൻ ആ റൂമാണ് ഫസ്റ്റ് തുടക്കൽ. മറ്റിടത്തൊക്കെ നമ്മളെപ്പോഴും ചവിട്ടണമല്ലോ. അപ്പോൾ കിടക്കണ റൂം വല്ലാതെ പരിക്കില്ലാത്തതുകൊണ്ട് അപ്പോൾ അവിടെ ആദ്യം തുടക്കണതാണ്. ഞങ്ങൾ നല്ല പോളിഷ് ചെയ്തിട്ടില്ല കേട്ടോ മാർബിൾ, പക്ഷേ നല്ല മിനുസൊക്കെ ഉണ്ട്, പക്ഷേ പോളിഷ് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മളെ ചോറായിട്ടുണ്ട്. ചോറ് ഞാനിതുപോലെ ഓട്ടപാത്രത്തിൽ ഊറ്റി കൊടുക്കലാണ്. പിന്നെ ആ കൊട്ടക്കൈയിലിട്ട് ഇങ്ങനെ ഊറ്റേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പണികളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് കുളിക്കാനുള്ള ടൈമായി. അപ്പോൾ കുളിക്കാൻ പോകാനുള്ള ഇതിലാണ്. ഞാനിപ്പോൾ ഇന്ന് ഈ ചുരിദാർ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പോകുമ്പോൾ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി. പക്ഷേ ഞാൻ ആ ചുരിദാറല്ല ഇട്ടിട്ടത്, എൻ്റെ ഗൗണാണ് ഇട്ടിട്ടുള്ളത്. ഗൗണല്ല, പ്രേമലോണെന്ന് പേര്. ഏതായാലും അതാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ വൈക്കുമ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ്. നമ്മളൊരാവശ്യത്തിന് വണ്ടി കാത്തുക്കുമ്പോൾ ഒരൊറ്റൊരു വണ്ടിയും വരില്ല കേട്ടോ. ഞാൻ ഒരുപാട് നേരം ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് വരെ അവിടെ കാത്തുന്നതിൻ്റെ ശേഷമാണ് ബസ് വരുന്നത്. അങ്ങനെ കൊണ്ടോട്ടിക്കാണ് പോകാനുള്ളത്. അപ്പോൾ കൊണ്ടോട്ടി ബസ്സിൽ കയറി ഇപ്പോൾ ബസ്സിലിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പോൾ പുളിയാമ്പറമ്പ് എത്തിയിട്ടുണ്ട്. ഈ ഒരു ചുരം എനിക്ക് വീഡിയോ എടുക്കണം എന്ന് തോന്നിയിട്ട്, നല്ല രസമാണിത് കാണാൻ. പിന്നെ തറയിട്ടാലുള്ള ആ ഒരു കയറ്റാണിത്. ഇത് നല്ലൊരു വളവ് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് വീഡിയോ എടുക്കണം വിചാരിച്ചു. പക്ഷേ ഞാൻ ബസ്സിൻ്റെ സൈഡ് സീറ്റ് ആയതുകൊണ്ട് ഫുള്ള് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ റോഡ് കാണുന്നില്ലല്ലോ, സൈഡ് മാത്രമല്ലേ കാണുള്ളൂ. അങ്ങനെ ഏതായാലും ഇപ്പോൾ നമ്മൾ കൊണ്ടോട്ടി അങ്ങാടിയിലെത്തിയിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബഡ്ജറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ കൊണ്ടോട്ടി ഇറച്ചൊക്കെ കാണാമെന്ന് വിചാരിച്ചാണ്ട് ഇറങ്ങി. പക്ഷേ കൊണ്ടോട്ടി ഇറച്ച വൈകുന്നേരം
തുടങ്ങുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ പോരുന്ന വഴിയിൽ അതൊക്കെ കണ്ടിട്ടുണ്ട്. ബഡ്ജറ്റിൽ ചെന്നാൽ നമുക്ക് എല്ലാ സാധനങ്ങളും അവിടെ തന്നെ കിട്ടും. പിന്നെ പുറത്തേക്ക് വേറൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ഇത് കൊണ്ടോട്ടി ബഡ്ജറ്റത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെ കുറേ തിരഞ്ഞു, ഒരുപാട് തിരഞ്ഞിട്ടില്ല. ഇങ്ങനെ സംഭവം ചോദിച്ചപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞ്. ചെറിയ കുട്ടികളുടെ സാധനങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടിയത്. പിന്നെ ബാഗും സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികളെ വണ്ടി അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഊഞ്ഞാൽ ഇതൊന്നും ഞങ്ങൾ തിരയാൻ നിന്നിട്ടില്ല ബഡ്ജറ്റിൽ. പിന്നെ കുട്ടികളെ മാത്രമുള്ള കടയിലേക്ക് പോയിക്കാണ്. ഇങ്ങോട്ടൊക്കെ കുട്ടികളായിട്ട് വന്നാൽ നല്ല രസമുണ്ടാവും. എല്ലാ സാധനവും കുട്ടികൾക്ക് ആവശ്യമുണ്ടാവും. എന്താ രസം എന്നറിയാം. കടയിലാണ് കയറി ഇങ്ങനെ നടക്കാൻ പല സംഭവങ്ങളും ഉണ്ടേനി. അങ്ങനെ ഞങ്ങൾ ബഡ്ജറ്റിൽ നിന്ന് ഇറങ്ങി പിന്നെ അങ്ങനെ പോരുകയാണ്. റോട്ടും കൂടെ അങ്ങനെ നടന്നു പോകുന്നത്. പിന്നെ വേറൊരു കടയിലെത്തി. ലാസ്റ്റ് ഞങ്ങൾ കുട്ടീസിൽ നിന്നാണ് സാധനം എടുക്കണം കേട്ടോ. കുട്ടീസിൽ കയറി. ഇവിടെ കയറി പിന്നെ ഒരുപാട് സൈക്കിളുകളും കുട്ടികൾക്ക് പറ്റിയ ടോയ്സുകൾ പല സംഭവങ്ങളും ഉണ്ട്. വണ്ടികളും ഊഞ്ഞാൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇനി. അപ്പോൾ അതിൽ ഞങ്ങളൊരു കിൽക്കാക്കൊട്ട എന്ന് പറയില്ലേ, ഒരു കിൽക്കാക്കൊട്ട എടുത്ത് അതേപോലെ വലിയൊരു ഊഞ്ഞാലും എടുത്ത്. നമ്മളവിടേക്കൊക്കെ കിൽക്കാക്കൊട്ട എന്നാട്ടോ പറയാൻ. നിങ്ങളവിടേക്ക് എന്താ പറയാന്ന് അറിയില്ല. ഏതായാലും അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഊഞ്ഞാലാണ് ഞങ്ങളെടുത്തിട്ടുള്ളത്. ഈ കടയൊക്കെ ആൺകുട്ടികളായിട്ടുണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഓലെ പിടിച്ച് വലിച്ചിറക്കി തള്ളിയിടേണ്ടി വരും. അങ്ങനെ കാരണം ഏതായാലും ഈ മോനെ ഉണ്ടില്ലേ, ഇവനെ അവിടെ ഇരുത്തിയതിന് ശേഷം പിന്നെ യാതൊരു അലമ്പും അവനെ കൊണ്ടുണ്ടായില്ല. ഇവനെ ആ വണ്ടിയിലിരുത്തി. ഞങ്ങൾ പോരാൻ നേരത്ത് പിന്നെ അവനെടുത്ത് അങ്ങനെ തന്നെ. അപ്പോൾ ഓരോ സാധനങ്ങൾ ഞങ്ങളിങ്ങനെ തരികയാണ്. ഇതാണ് ഇപ്പോൾ കിൽക്കാക്കൊട്ട. ഇത് കിൽക്കാക്കൊട്ട കുറേ നോക്കി ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറിയ കുട്ടിക്കല്ലേ, അപ്പോൾ അത് അത്ര പിടിച്ച് വിൽക്കാനൊന്നും ആയിട്ടില്ല. 3 മാസമായിട്ടില്ല കുട്ടിക്ക്, 2 മാസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അതൊക്കെ അവിടെ വെച്ച് ഒരു ചെറുതൊന്നെടുത്ത്. പിന്നെ ഞങ്ങൾ വാങ്ങിയത് ഊഞ്ഞാൽ വാങ്ങിയ കുട്ടിക്ക്. അപ്പോൾ അത് പാക്ക് ചെയ്യാണ് കേട്ടോ കടയുള്ള ആൾ. അപ്പോൾ ഈ കടയിൽ കയറിയാൽ പിന്നെ എല്ലാം നമുക്ക് എടുക്കാൻ തോന്നിട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ. സത്യത്തിൽ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടില്ല. ഇതെന്താണെന്ന് മനസ്സിലായി എനിക്ക്. കുട്ടീനെ കെടുത്തി കുളിപ്പിക്കണതാണ്. പണ്ടൊക്കെ പാളയിലല്ലേ ഞാൻ. ഇപ്പോൾ ഇങ്ങനത്തെ ഓരോ സംവിധാനം ഉള്ളതുകൊണ്ട് നല്ല സുഖം. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി മേഴ്സി ഹോസ്പിറ്റലെത്തി. വീട്ടിലെത്തുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് കണ്ട ഒരു സന്തോഷത്തിൽ പിന്നെ ആ വീഡിയോ എടുക്കണ ഒരു മൂടൊന്നുമില്ല, ഒരു ഓർമ്മയില്ലേനി. അങ്ങനെ ഏതായാലും പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞില്ല, നമ്മളിത് അൺബോക്സ് ചെയ്ത് നോക്കുകയെന്ന് പറഞ്ഞ്. ആ മോനക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ വാങ്ങിയത്. കുട്ടീനെ കണ്ടില്ല ഞങ്ങൾ, അവനക്കും വേണ്ടിയിട്ടാണ് ഞങ്ങളിത് വാങ്ങിയത്. അങ്ങനെ ഞങ്ങളിത് അൺബോക്സ് ചെയ്യാണ്. അൺബോക്സ് ചെയ്യുന്ന ആൾ ആ വീട്ടിലുള്ള അതിൻ്റെ അടുത്തേക്കാട്ട് ഞങ്ങൾ പോയത്. ടീച്ചറാണ്, ഞങ്ങളെ ചങ്കാണ്. അപ്പം അങ്ങനെ സാബു ടീച്ചർ അത് അൺബോക്സ് ചെയ്യാം. ഊഞ്ഞാൽ സെറ്റ് ചെയ്യണ ഇതൊക്കെ കയ്യിലുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അടിപൊളി നല്ല സേഫ്റ്റി ഉള്ള ഊഞ്ഞാലാട്ടോ. അപ്പുറം ഇപ്പുറമൊക്കെ നല്ല സേഫ്റ്റിയാണ്. കുട്ടികളാണെങ്കിൽ വീണ് പോകുമൊന്നുമില്ല. അപ്പോൾ ആ പേപ്പർ നോക്കിയിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. കുട്ടീൻ്റെ അമ്മന്നെ അത് ചെയ്യുന്നുണ്ട്, സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ മോനക്കല്ല കേട്ടോ, വേറൊരു കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിക്കാണ്. ഇത് അമീറ ടീച്ചറെ കുട്ടിയാണ്. അങ്ങനെ ഊഞ്ഞാലൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നല്ലൊരു ഊഞ്ഞാലുമാണ്. അങ്ങനെ അതൊക്കെ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ കോഴി പൊരിക്കണ തിരക്കാണ്. ഇത് പിന്നെ അമീറ ടീച്ചറുടെ കുട്ടീൻ്റെ ആണ് കേട്ടോ. പിന്നെ അതും ചെറിയ കുട്ടി തന്നെയാണല്ലോ, അപ്പോൾ അത് അതിൻ്റെതാണ്. അപ്പോൾ അത് കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല രസമുണ്ട്. ബാബാസ് കൂട്ട് നല്ല ഇഷ്ടപ്പെട്ടാണ്. പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള എല്ലാവരുടെയും ഇങ്ങനെ ഇത് വേറെ അമീറ ടീച്ചറുടെ കുട്ടിക്ക് വേറെ ഒരാൾ കൊണ്ടുവന്ന് കൊടുത്താണ്. ടീച്ചറെ മോനെയും പ്രസവിച്ചെടുക്കണമെന്ന് ഞങ്ങൾ കാണാൻ പോയിട്ടില്ല കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ പോയിനി, ഞാനൊന്നും പോയിട്ടില്ല. അപ്പോൾ പിന്നെ ഇത് വേറെ ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തതാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോന്ന് അങ്ങനെയും കൊണ്ടുവന്ന് കൊടുത്തതാണ്. പിന്നെ ഞങ്ങൾ പോയ വീട്ടിലും ചെറിയ കുട്ടി ഉണ്ടല്ലോ, അപ്പോൾ ആ കുട്ടിക്കും വാങ്ങിയിട്ട് അങ്ങനെ എല്ലാവർക്കും വാങ്ങി. നല്ല രസമായിരുന്നു. നല്ലൊരു കൂടൽ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടലുണ്ട് എല്ലാ വീട്ടിലും, എല്ലാ ടീച്ചേഴ്സിൻ്റെ വീട്ടിലും. ഞങ്ങളൊരു 10 ആളുണ്ട്. പിന്നെ അങ്ങനെ ഈ 10 ആൾക്കാരുടെ വീട്ടിലും അങ്ങനെ ഓരോ ഇതിലായിട്ട് അങ്ങനെ കൂടലുണ്ട്. ഇനിയിപ്പോൾ അതിൽ കൂടാത്ത 2-3 ആളേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവരുടെ വീട്ടിലും ഞങ്ങളായിട്ടുണ്ട്. ഇതിപ്പോൾ അമീറ ടീച്ചറെ കുട്ടിക്ക് പിന്നെ വേറെ സൗദ ടീച്ചറെ കൊണ്ടുവന്ന് കൊടുത്താണ് കേട്ടോ. അതെല്ലാം ഒരുപാട് ടോയ്സൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും എൻ്റെ കയ്യിൽ നിന്നിട്ട് അമീറ ടീച്ചർക്ക് മോശമായിട്ടൊന്നുമില്ല.
ഇത് കോളിഫ്ലവറാണ് കേട്ടോ. ചിക്കൻ പൊരിക്കണ മാതിരി പൊരിക്കുകയാണ്. ഞങ്ങൾക്കല്ല, ഞങ്ങളെ കൂട്ടത്തിലൊരാളുണ്ട് ബിരിയാണിയും മീനും ഇറച്ചി ഒന്നും പറ്റാത്ത ഒരാൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. ആ ആൾക്കും വേണ്ടിയിട്ട് കോളിഫ്ലവർ ഉണ്ടാക്കുകയാണ്. ആകെ തിന്നണ സാധനം അതേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത് കൊടുക്കില്ല, നിവർത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ കോളിഫ്ലവർ ഉണ്ടാക്കി. ഞങ്ങൾക്ക് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും പിന്നെ കുട്ടൻ ബിരിയാണി ഒരു ഓർഡർ കൊടുത്തതാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കിയത്. അങ്ങനെ ഏതായാലും നല്ല രസമാണ്. ഞങ്ങൾ വേറെ കൂടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയിപ്പോൾ പ്ലാൻ അടുത്ത കൂടാനുള്ള എവിടെയാണെന്നുള്ളത്. എല്ലാവരും ചോറ് തിന്നലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാലും എല്ലാവരും ഇങ്ങനെ പ്ലേറ്റും പിടിച്ച് അങ്ങനെ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ആർക്ക് തിന്ന് പോയി എണീറ്റ് പോകണം എന്നൊന്നുമില്ല. അങ്ങനെ സൊറ വിട്ട് അങ്ങനെ ഇരിക്കുക. ഞങ്ങൾ അവിടെ എത്തി തിരിച്ച് പോരോള് സൊറട്ട് ഇരിക്കണ പണി തന്നെ ഉള്ളൂ. ഒരുപാട് നേരം ഈ വർത്താനം തന്നെ. പിന്നെ സാബ് ടീച്ചറെ ഞങ്ങൾക്ക് പുഡിങ്ങൊക്കെ ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ തിന്നാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൊണ്ടുപോയിനല്ലോ കുട്ടിക്ക് ഡ്രസ്സ്. കുറേ ആൾക്കാരൊക്കെ ഡ്രസ്സ് കൊണ്ടുവന്നാണ്. അപ്പോൾ അത് ഓരോന്നായിട്ട് ഇങ്ങനെ നിർത്തി നോക്കുകയാണ്. ഞങ്ങൾ 10 ആളുള്ളതല്ലേ, അതിൽ 9 ആളെ ബന്ധമുണ്ട്, ഒരാൾ വീട്ടിലുള്ളതും. അങ്ങനെ 10 ചങ്ക്സിൽ 10 ആളാണുള്ളത്. അപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൊണ്ടുവന്നില്ല, ഓരോരുത്തരും ഓരോ ഐറ്റംസായിട്ട് അങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇതാണ് കേട്ടോ ഞാൻ കൊണ്ടുവന്നത്. ഇപ്പോൾ ഈ എടുത്ത് നോക്കുന്ന ഡ്രസ്സിൻ്റെ അതാണ് ഞാൻ കൊണ്ടുവന്നതാണ്. ബാബാ സൂട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടണോന്നറിയില്ല. ടീച്ചർക്ക് ഏതായാലും ഇഷ്ടമാണ്. ടീച്ചറെ കുട്ടിയല്ല, ടീച്ചറെ മോളെ കുട്ടിക്കാണ്. പിന്നെ അങ്ങനെയൊക്കെ അങ്ങനെ പോണേ. നല്ല രസമാണ്. ഏതായാലും പറയാം, ഇങ്ങനത്തെ ഓരോ നിമിഷങ്ങൾ തന്നെ നമുക്ക് എന്നും ഓർക്കാണ്ടാവും കേട്ടോ. നമ്മൾ കുറേ വീട്ടിലെ പണിയെടുത്ത് അങ്ങോട്ട് എവിടേക്കും പോവാതെയൊക്കെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതേപോലെ എല്ലാ വീട്ടിലും അങ്ങനെ പോവുക, എൻജോയ് ചെയ്യുക, അതൊക്കെ തന്നെയല്ലേ ലൈഫ്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള പണികളാണ് കേട്ടോ ബാക്കി ഇതൊക്കെ. പിന്നെ ഇപ്പോൾ സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് നോക്കി, ഡ്രസ്സൊക്കെ നോക്കിയതിൻ്റെ ശേഷം പിന്നെ സ്വർണ്ണം നോക്കാൻ വിചാരിച്ച് നോക്കി. കുട്ടീൻ്റെ വല്യമ്മയും വല്ലിപ്പിയും അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി കൊടുത്തതും പിന്നെ ഒരു വീട്ടിൽ നിന്ന് ഇട്ടതും അങ്ങനെ ഒരുപാടായിട്ട് അങ്ങനെ സ്വർണ്ണങ്ങളൊക്കെ അങ്ങനെ കാണുകയും ഞങ്ങൾ. ചെറിയ കുട്ടികളെ വളയും തണ്ടൊക്കെ നല്ല രസമല്ലേ. അപ്പോൾ ഇതാണ് ഊഞ്ഞാൽ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ജബാനല്ല അവളെ പേര്, അവളെ സ്കൂളിൻ്റെ പേരാണ് ജബാൻ കേട്ടോ. പിന്നെ അവളെ പേര് സൗദയാണ്. അങ്ങനെ അവൾ കുറേ പുളിയച്ചാറും പിന്നെന്താ മസാലക്കടല, അതേപോലെ എന്താണ് കർച്ചാപ്പർച്ചി അതൊക്കെ കൊണ്ടുവന്നേന്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോന്ന് എടുക്കലും കൊണ്ടുപോകലും തിന്നലും അങ്ങനെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങണ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സിൻ്റെ കടയിൽ കയറി. ഷെറീന ടീച്ചർ ചുരിദാറൊക്കെ എടുത്തിട്ടാണ്. ഈ ഗ്രേ കളർ ഷെറീന ടീച്ചർ ചുരിദാറാണ്. ബ്ലാക്ക് പാൻറ്റ് ഞാനും സൈനും കൂടി എടുത്തതാണ്. പിന്നെ അങ്ങനെ ഒക്കെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി. താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ.